തലസ്ഥാന നഗരിയിലെ തിരക്ക് ദിനം പ്രതി വർദ്ധിക്കുകയാണ്. തിരക്കിൽപ്പെട്ടുണ്ടാകുന്ന അപകടങ്ങളിൽ ജീവൻ പൊലിയുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് കൃത്യമായ ഗതാഗത ക്രമീകരണങ്ങൾ ഇല്ല എന്നുള്ളത്. ഇതുമൂലം നഗരത്തിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ പൊലിഞ്ഞത് നിരവധി ജീവനുകളെന്ന് കണക്കുകൾ പറയുന്നു. എന്നിട്ടും ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം എന്തെങ്കിലും പരിഹാരമായോ? പരിശോധിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഏറ്റവും തിരക്കേറിയ കിഴക്കേ കോട്ടയിലാണ്. കൃത്യമായ ഗതാഗത സംവിധാനങ്ങളില്ലാത്തതും യാത്രക്കാരുടെ അശ്രദ്ധയും മൂലം ഉണ്ടാകുന്നത് പലവിധ അപകടങ്ങളാണ്. നഗരത്തിലെ റോഡുകളിൽ പൊലിയുന്നത് നിരവധി ജീവനുകൾ. കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് കാൽനടയാത്രക്കാരും ഇരുചക്രവാഹനമെടുത്ത് നിരത്തിലിറങ്ങുന്നവരും. ബസ്സുകൾക്കിടയിൽപ്പെട്ട് ബാങ്ക് ജീവനക്കാരൻ മരിച്ചതും മാസങ്ങൾക്ക് മുൻപ്. എന്നിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായിട്ടില്ല. ഇതൊരു നിത്യസംഭവമായി കഴിഞ്ഞു. ഇതിപ്പോൾ ആർക്കും അതിശയമില്ല. കാര്യം ഇവിടെ ഒരു സെക്കൻഡ് ഒന്ന് ബ്ലോക്കായാൽ എത്ര ജന്മങ്ങൾ ഇവിടെ ഈ മെഡിക്കൽ കോളേജിൽ പോകുന്ന ആംബുലൻസൊക്കെ തകർന്നു. ഇത് നമ്മളെ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് അറിയണ്ടേ? ഇവിടെ ആൾ മരിച്ചാലും ശരി, ട്രാഫിക് ജാമായാലും ശരി, അവർക്ക് സുഖമായിട്ട് ട്രാഫിക് ഇപ്പോൾ മിനിസ്റ്റർ പോകുന്നു, ട്രാഫിക് ജാം ആവുമോ? പോവില്ല. സാധാരണപ്പെട്ടവനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഒക്കെ സാധാരണ ഇവിടെ അവിടെ ഇങ്ങനെ നടക്കാറുണ്ട്. എങ്കിലും ഈ അടുത്ത കാലത്ത് ഒരാൾ ഇവിടെ മരിച്ചു, ഒരാൾ അപ്പുറത്ത് മരിച്ചു. 2-3 മരണങ്ങൾ അടുപ്പിച്ച് ഇവിടെ ഉണ്ടായി. അത് ഈ വാഹനങ്ങളുടെ തിരക്ക് കൊണ്ടും ആൾക്കാരുടെ അശ്രദ്ധ കൊണ്ടും വരാറുണ്ട്. ഇതാണ് അധികം ആരും ഉപയോഗിക്കാത്ത, എന്നാൽ കാൽനട യാത്രക്കാർക്ക് എളുപ്പത്തിൽ റോഡ് മുറിച്ചു കടക്കാനുള്ള മേൽപ്പാലം. ആരും പോകുന്നില്ല. സ്കൂളിലെ പിള്ളേർ മാത്രം പോകുന്നത്. ഞാനിതുവരെയും പോയിട്ടില്ല. നമ്മൾ പ്രായങ്ങളായില്ലേ, സ്റ്റെപ്പ് കയറാനും നമുക്ക് ഇതൊക്കെ കയറി ഇറങ്ങണേക്കാളും നമ്മളിലേക്ക് ഇറങ്ങിയിട്ട് പോരും. അത് എനിക്ക് കയറാൻ കാല് വയ്യല്ല മോളെ, അതുകൊണ്ട് ഞാൻ കയറൂല. കൊച്ചു പിള്ളേരെല്ലാം പോവും. വലിയവരൊക്കെ ആവുമ്പോൾ എങ്ങനെ പോവും? വയസ്സായൊക്കെ ആയി വരുമ്പോഴേ നമുക്ക് കാലൊക്കെ വയ്യല്ലോ. പിന്നെ ജോലി ഇങ്ങനെ തന്നെ പോവാൻ നോക്കും. എനിക്ക് പടിയൊന്നും കയറാനൊക്കൂല. ഈ സമതലത്തൂടെ നടക്കാനൊക്കെ ഉള്ളൂ. എളുപ്പം തോന്നുന്നത് ആളില്ലാതെ ഞെരുക്കമില്ലാതെ പോവാം. പക്ഷെ നടക്കാൻ കഴിവാണ്ടേ? 10-75 വയസ്സായില്ലേ നമുക്ക്. എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നതോടെ നടപടികൾ അവസാനിക്കുന്നതാണ് പതിവ്. ഈ പതിവ് തുടർന്നാൽ ഇനിയും അപകടങ്ങൾ തുടർക്കഥയാകും. നമ്മൾ ഈ കണ്ട ഭാഗങ്ങളെല്ലാം പലതവണ കുരുതിക്കളമായതാണ്. ഇനിയും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ കഷ്ടമെന്നല്ലാതെ മറ്റെന്തു പറയും? ക്യാമറമാൻ സിറിലിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം.